കാര്യമുണ്ട്. യൂസ് ആൻഡ് പ്രൊമോട്ട്. 100% യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാം? പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെ ഒരു കമ്പനി പറയുന്നതായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുവരെ കേട്ടിട്ടില്ല. നമ്മൾ കേൾക്കുന്നത് എപ്പോഴും പ്രൊമോട്ട് പ്രൊമോട്ട് പ്രൊമോട്ട്. പക്ഷേ എത്രയോ 100% സിൻസിയർ ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് മൂർത്തി സാർ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോ ആ ദിവസം അറിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് മതിപ്പ് തോന്നി. അദ്ദേഹത്തെ തീരുമാനം തന്നെയാണ് ഏറ്റവും ശരി എന്നുള്ളതും മനസ്സിലായി. കാരണം ഞാൻ അധ്യാപികയായിരുന്നു, MSc B.Ed ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചത് ഞാൻ നേടിയ അറിവാണ് ഏറ്റവും വലിയ അറിവ്. പക്ഷെ ആ ഒരു മീറ്റിംഗ് ശരിക്കും പറഞ്ഞ അതിനേക്കാൾ ഉപരി എനിക്ക് കിട്ടിയത് തിരിച്ചറിവായിരുന്നു. ഞാൻ അതുവരെ ഉപയോഗിച്ചിരുന്ന പേസ്റ്റ് ആകട്ടെ, പൗഡർ ആകട്ടെ, എന്തുമായിക്കോട്ടെ, എല്ലാം പരസ്യങ്ങൾ കണ്ട് മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രോഡക്റ്റുകളാണ് ഞാൻ യൂസ് ചെയ്തത് എന്നുള്ള ആ ഒരു സാമാന്യ ബോധം. ഒരു വീട്ടമ്മയ്ക്ക് വേണ്ടത് ശരിക്കും വേണ്ട ഈ സാമാന്യ ബോധമാണ്. ആ സാമാന്യ ബോധം ശരിക്കും പറഞ്ഞ അന്ന് എനിക്ക് ക്ലാസ് തന്ന ശ്രീ സുരേന്ദ്ര സാർ, അദ്ദേഹം തന്ന ക്ലാസ്സിലാണ് എനിക്കത് മനസ്സിലാവുന്നത്. എന്നെ പോലെയുള്ള വീട്ടമ്മമാരൊക്കെ പരസ്യങ്ങളുടെ പുറകെ പോവുകയായിരുന്നു. ഞാനൊക്കെ ശരിക്കും പറഞ്ഞ നടി ശ്രീദേവിയുടെ കടുത്ത ആരാധികയായിരുന്നു. ഇന്ത്യക്കാ യുഗത്തിലെ ശ്രീദേവിയായിരുന്നു. ഭയങ്കര അവിടെ ബാബുസാറൊക്കെ ചിരിക്കണം. നടി ശ്രീദേവി അവരുടെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ അവരുപയോഗിക്കുന്ന സോപ്പ് ലെക്സ് ആണെങ്കിൽ ഞാനും വാങ്ങും. എന്നെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ഞാൻ വാങ്ങും. അവരുപയോഗിക്കുന്ന ഷാമ്പോ, അവരുപയോഗിക്കുന്ന പൗഡർ എന്തുമാവട്ടെ ശ്രീദേവി അല്ലേ. അങ്ങനെ പരസ്യങ്ങളുടെ, അതുപോലെ മോൻ ചെറുതായിരുന്നപ്പോ സച്ചിൻ പറയുന്ന ഒരു പരസ്യം, ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അത് വിശ്വസിച്ചിട്ട് അവർക്ക് ചെറുപ്പത്തിലെ ബൂസ്റ്റ് ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരൊക്കെ ഒരു മൂഢ സ്വർഗത്തിലാണെന്ന് ഞാൻ പറയാം. പരസ്യങ്ങൾ കേട്ട് അതില് നായകൻ അല്ലെങ്കിൽ നായിക പറയുന്നത് കേട്ടിട്ട് അപ്പാടെ 100% വിശ്വസിച്ചിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റുകൾ വാങ്ങുക. പക്ഷെ നമ്മൾ അതുവരെ ചിന്തിക്കുന്നില്ല യഥാർത്ഥത്തിൽ അതാണോ അവരുടെ രഹസ്യം. അത് പറഞ്ഞു തരാനായിട്ട് നമുക്കാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ 2008 പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഐ ഓപ്പണർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. അന്ന് ഞാനും തീരുമാനം എടുത്തു, മൂർത്തി സാറിനോട് കൂടെ നിൽക്കുക. കൂടെ നിന്ന് ഹോം മീറ്റിങ്ങുകൾ, ഹോം വിസിറ്റിങ്ങുകൾ മൂർത്തി സാറ് തന്നെ പോകുമ്പോൾ സ്വീകാര്യത കിട്ടില്ല. നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്കുള്ള അക്സെപ്റ്റൻസ്, സ്വീകാര്യത കൂടും. RCM ഒരു സിംഗിൾ മാൻ ബിസിനസ് അല്ല, അതൊരു ഫാമിലി ബിസിനസ് ആണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയതോടുകൂടി 100% സപ്പോർട്ട് മൂർത്തി സാറിന് കൊടുക്കുകയും മറ്റുള്ളവരൊക്കെ വിമർശിക്കുമ്പോൾ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് പിൻവലിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു സദസ്സിലേക്ക്, കല്യാണ വീട്ടിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാനും മൂർത്തി സാറോ ചെല്ലുമ്പോൾ ആളുകൾ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. കെട്ടിയോളും വരുന്നുണ്ട്, ഇപ്പൊ പറയോ RCM മാറി കേട്ട് നിൽക്കാം, മെമ്പർഷിപ്പിന്റെ കാര്യം പറയും. അങ്ങനെയൊക്കെ ഞങ്ങളെ മാറ്റി നിർത്തിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കളിയാക്കിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വർഷങ്ങള് പിന്നിട്ട് ഇന്ന് ഈ ഒരു ഇതിൽ നിൽക്കുമ്പോ, സഫയർ എന്നുള്ള പദവിയിൽ നിൽക്കുമ്പോ ഒരുപാട് അഭിമാനമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സംതൃപ്തിയുണ്ട്. കാരണം സാറ് നേരത്തെ പറഞ്ഞു, ഒരു സഫയറിന്റെ കയ്യിലൂടെ ഒഴുകുന്ന കോടികളുടെ കണക്ക് വരുമാനമായിട്ട് മറ്റുള്ളവർക്ക് വരുമാനം കിട്ടാൻ നമ്മളുടെ പദവി ഒരു കാരണക്കാരനായി മാറുകയാണെങ്കിൽ, സ്ത്രീ ശാക്തീകരണത്തിന് നമ്മളൊരു കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരിയായി മാറുകയാണെങ്കിൽ ഇതിലും വലിയൊരു സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തി ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്താൽ, ഏത് പ്രൊഫഷനിലാണെങ്കിലും നമുക്ക് കിട്ടുക. ആലോചിക്കണം, കുറേ ആലോചിക്കണം. RCM ഒരു പ്രൊഫഷനാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് വരാൻ പോകുന്ന തലമുറകളെ കുറിച്ച് പോലും ആലോചിക്കുക. കാരണം നമ്മുടെ മഹാനായ TCG ഇന്ന് നമുക്ക് തരുന്ന പാഠങ്ങൾ, രാവിലെ 6:30 അദ്ദേഹത്തിന്റെ സെഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞ വാല്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, എങ്ങനെ RCMയുടെ ഒരു നല്ല വ്യക്തിയാവാം, നല്ല മനുഷ്യനാവാം എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. പലരും ചോദിക്കാറുണ്ട്, അദ്ദേഹം എന്താ PV കൂട്ടുന്ന കാര്യമൊന്നും കൊണ്ട് പറയാത്തത്? ബിസിനസ് എന്ന് പറയണില്ലല്ലോ, എപ്പോഴും നല്ലൊരു വ്യക്തിയാകൂ എന്നാണല്ലോ പറയണത്. ശരിക്കും പറഞ്ഞ നല്ലൊരു വ്യക്തിയായിട്ട്, നല്ലൊരു മനസ്സിന്റെ ഉടമയാവുമ്പോഴാണ് RCM 100% നമുക്ക് ഉൾക്കൊള്ളാനും അതിൽ പ്രവർത്തിക്കാനും ശരിക്കും RCM എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുകയാണ്.
എത്ര പേരെ നമ്മൾ ആരോഗ്യപരമായും സാമ്പത്തികപരമായും മുന്നേറാൻ സഹായിച്ചുകൊണ്ടാണ് ഓരോ പിൻലെവലുകളെ പിന്തുടരുന്നതെന്ന് ആലോചിക്കണം. ഇന്ന് നിങ്ങൾക്ക് എന്റെ വലതുവശത്ത് കാണാം ഒരുപാട് ട്രോഫികൾ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രോഫികൾ റെപ്രസെന്റ്